ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ പേരുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ വിപ്ലവ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ചിലർ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും മാഞ്ഞുപോയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സച്ചീന്ദ്രനാഥ് സന്യാൽ. സംഘാടകൻ, എഴുത്തുകാരൻ, രാഷ്ട്രീയ ചിന്തകൻ, സായുധ സമരത്തിന്റെ അമരക്കാരൻ, യുവ വിപ്ലവകാരികളുടെ ആചാര്യൻ എന്നിങ്ങനെ പല വേഷങ്ങളിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി സായുധ പ്രതിരോധ നടപടികൾ കൈക്കൊണ്ട അദ്ദേഹം ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ് തുടങ്ങിയ വിപ്ലവകാരികളുടെ വഴികാട്ടിയുമായിരുന്നു. 1893 ബനാറസിലെ ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സന്യാൽ ചെറുപ്പത്തിൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ രഹസ്യമായി നടത്തുന്നതിലും യുവാക്കളെ സംഘടിപ്പിക്കുന്നതിലും സന്യാൽ നിർണായക പങ്കുവഹിച്ചു. ബംഗാൾ വിഭജനം റദ്ദാക്കിയതിനു ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ പുതിയ തലസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വൈസ്രോയി ലോർഡ് ഹാർഡിഞ്ചിനെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണവും നടന്നിരുന്നു. സച്ചീന്ദ്രനാഥ് സന്യാൽ, ബസന്ത് കുമാർ ബിശ്വാസ്, രാഷ് ബിഹാരി ബോസ് എന്നിവരുടെ വിപ്ലവ ഗ്രൂപ്പായിരുന്നു ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഹാർഡിഞ്ചിന് പരിക്കേറ്റു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇത് വലിയൊരു ഷോക്കായിരുന്നു. ഈ സംഭവത്തോടെ സന്യാൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സംഘത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറി. സന്യാലിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു രാഷ് ബിഹാരി ബോസ്. ഇരുവരും ചേർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയൊരു സായുധ വിപ്ലവത്തിന് ശ്രമിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരെ ഉപയോഗിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം കലാപം സംഘടിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ ചാരന്മാർ വഴി ഈ പ്ലാൻ ബ്രിട്ടീഷുകാർക്ക് ചോർന്നു കിട്ടി. അത് പരാജയപ്പെട്ടു. 1915 ഫെബ്രുവരിയിൽ ആസൂത്രണം പരാജയപ്പെട്ടതോടെ വിപ്ലവകാരികളെ ബ്രിട്ടീഷുകാർ വേട്ടയാടാൻ തുടങ്ങി. അതോടെ രാഷ് ബിഹാരി ബോസ് ജപ്പാനിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ സന്യാൽ ഇന്ത്യയിൽ തന്നെ തുടരുകയും വിപ്ലവ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ബ്രിട്ടീഷുകാർ സന്യാലിനെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു. ഗൂഢാലോചനയുടെ പേരിൽ സന്യാലിന് ജീവപര്യന്തം തടവ് വിധിച്ചു. അദ്ദേഹത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കാലാപാനി എന്ന പ്രസിദ്ധമായ സെല്ലുലാർ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. ഒറ്റപ്പെട്ട സെല്ലുകളിൽ പാർപ്പിച്ച് കഠിനമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നടത്തുമ്പോഴും അവർക്ക് സന്യാലിന്റെ ചിന്തകളെ തടയാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ പ്രശസ്തമായ ആത്മകഥാപരമായ കൃതി ബന്ദി ജീവൻ എഴുതിയത്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായ വിപ്ലവ ചിന്തയുടെ ഒരു പ്രധാന രേഖയായി ഈ കൃതി മാറുകയും ചെയ്തു. 7 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് താൽക്കാലികമായി മോചിതനായ സന്യാൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ അവസാനിപ്പിക്കാൻ ഗാന്ധിജി മുന്നോട്ട് വെച്ച അഹിംസാപരമായ മാർഗത്തെ സന്യാൽ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം നേടാൻ ആവശ്യമാണെങ്കിൽ സായുധ പ്രതിരോധവും ഉപയോഗിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സംഘടിതമായ സൈനിക ശക്തിക്കെതിരെ ഒരു സംഘടിത വിപ്ലവ പ്രസ്ഥാനമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഗാന്ധിജിയുടെ അഹിംസാ പ്രസ്ഥാനത്തിന് പകരം സായുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടണമെന്ന് വിശ്വസിച്ച ഒരു വിഭാഗം യുവാക്കൾ 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചു. ഈ സംഘടനയാണ് ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായി പിന്നീട് മാറിയത്. കക്കോരി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ബ്രിട്ടീഷുകാർ വീണ്ടും സന്യാലിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ബനാറസിലെ കുടുംബ വീട് ബ്രിട്ടീഷ് സർക്കാർ കണ്ടുകെട്ടി. അദ്ദേഹത്തെ വീണ്ടും ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് ബ്രിട്ടീഷുകാർ അയച്ചു. ദീർഘകാലത്തെ തടവ് ജീവിതം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ അപ്പാടെ തകർത്തിരുന്നു. ജയിലിൽ കഴിയുന്നതിനിടെ സന്യാലിന് ക്ഷയരോഗം ബാധിച്ചു. ആരോഗ്യം വളരെ മോശമായതോടെ അദ്ദേഹത്തെ ഗോരഖ്പൂർ ജയിലിലേക്ക് മാറ്റി. 50 വർഷത്തെ ജീവിതത്തിൽ 21 വർഷം ബ്രിട്ടീഷ് ജയിലുകളിൽ ചെലവഴിച്ച വിപ്ലവകാരിയുടെ അവസാന ദിവസങ്ങളും ജയിലിന്റെ ഉള്ളിലായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് 5 വർഷം മുമ്പ് 1942 സച്ചീന്ദ്രനാഥ് സന്യാൽ അന്തരിച്ചു. ഇന്ത്യയെ സ്വതന്ത്രമായി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ പ്രധാനമായും രേഖപ്പെടുത്തുന്നത് അവസാന ഘട്ടത്തിലെ പ്രശസ്തരായ നേതാക്കളെ മാത്രമാണ്. എന്നാൽ ആ വിപ്ലവത്തിന് വിത്ത് വിതച്ച ഒരു തലമുറയിൽപ്പെട്ട ആളാണ് സച്ചീന്ദ്രനാഥ് സന്യാൽ. തന്റെ കുടുംബവും സ്വത്തുക്കളും സ്വന്തം ജീവൻ പോലും സ്വാതന്ത്ര്യത്തിലേക്കുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു.